നമ്മുടെ മാത്സിന്റെ ആനുവൽ എക്സാം എപ്പോഴും ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇത് സിമ്പിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ എക്സാമിന്റെ ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ആക്ടിവിറ്റി ഈ ചോദ്യം ആയിരിക്കും കേട്ടോ. അപ്പൊ ഇതിന് ഉത്തരം എങ്ങനെ എഴുതാനുള്ള കാര്യം മാഷ് പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതും അതുപോലെ തന്നെ ലീനിയർ പെയർ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനൊക്കെ പറ്റുള്ള ചോദ്യമാണ് എപ്പോഴും ഏറ്റവും ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് വരിക. നമുക്ക് എന്തായാലും ചോദ്യത്തിന് ഉത്തരം നോക്കാം. ഇവിടെ നോക്കേ, ഒരു വര, അതിന്റെ മുകളിലോട്ട് വേറൊരു വര വന്നിട്ട് ഇവിടെ കൂട്ടിമുട്ടി, വേറൊരു വര വന്നിട്ട് കൂട്ടിമുട്ടി, അങ്ങനെ 3 വരകൾ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടിയിട്ടുള്ള ഒരു ചിത്രമാണിത് അല്ലേ. ആ സമയം എന്ത് ചെയ്തു, ഇതിന്റെ ഈ വരക്കും ഇടയിൽ ഇവിടെ ഒരു ചെറിയ ആംഗിൾ ഉണ്ടായി. ആ ആംഗിൾ 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വരക്കും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്, അതിനിടയിലുള്ള അളവ് 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വരക്കും ഇടയിൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ വലിയ ആംഗിൾ എത്ര തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. ഈ വലിയ ആംഗിൾ 125 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മുതൽ ഇതുവരെ ഇത് മുഴുവനായിട്ടുള്ള ആംഗിൾ എത്രയാണ് തന്നത്, 125 ഡിഗ്രി. അതുപോലെ തന്നെ ഇത് മുതൽ അതിൽ ഇതുവരെ ഈ വരക്കും ഇടയിലുള്ള അളവ് അത് എത്രയാ, 45 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവൻ 125 ഡിഗ്രി, അതിൽ ഇത് മുതൽ ഇതുവരെ 45 ഡിഗ്രി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഈ വരക്കും ഇടയിലുള്ള ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഈ വരക്കും ഇടയിലുള്ള ഈ ചെറിയ ആംഗിൾ എത്ര ഡിഗ്രി തന്നിട്ടില്ല. ഈ വരക്കും ഇടയിലുള്ള ഈ ചെറിയ ആംഗിൾ എത്ര ഡിഗ്രി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആണ്. ഇത് മുഴുവൻ 125 ഡിഗ്രി അല്ലേ. അതിൽ ഇത് മുതൽ ഇതുവരെ ഇതിന്റെ ഇടയിലുള്ള ആംഗിൾ 45 ഡിഗ്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ആംഗിൾ എത്ര ആയിരിക്കും, മുഴുവൻ 125 ആണ്. അതിലെന്താ ഇതുവരെ 45 ആണ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര കൂടെ ഉണ്ടാവുള്ളൂ, ഇതും കൂടെ ചേർന്നാൽ ടോട്ടൽ 125. അപ്പൊ അതിൽ ഇത് 45 ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എന്തായിരിക്കും, 45. ഇനി 125 എത്ര കൂടെ വേണം നോക്കിയാൽ മതി. കാരണം എന്താ, അത് മുഴുവൻ 125 അല്ലേ. 45 125 ആവാൻ ഇനി എത്ര കൂടെ വേണം, 125 45 പോയി കഴിഞ്ഞാൽ ഇനി ഒരു 80 കൂടെ വേണം. ഇവിടുന്ന് അങ്ങോട്ട് വരേണ്ട ആംഗിൾ എത്രയും 80 ഡിഗ്രിയാണ്. സിമ്പിൾ. അതെങ്ങനെ 80 ഡിഗ്രി കിട്ടി, കാരണം 80ന്റെ കൂടെ 45 കൂട്ടിയാലാണ് ടോട്ടലായിട്ട് 125 വരിക. അപ്പോൾ ടോട്ടൽ 125 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. മുഴുവൻ 125 ആണെങ്കിൽ ഇതുവരെ 45 ആണെങ്കിൽ ഇവിടെ അങ്ങോട്ട് 80 വരിക. 45ഉം 80ഉം കൂട്ടിയാൽ 125 കറക്റ്റ് ആണ്. മുഴുവൻ 125, ഇതുവരെ 45 ആയതുകൊണ്ട് ഇവിടെ അങ്ങോട്ട് 80 ഡിഗ്രി ആയിരിക്കും. സിമ്പിൾ ചോദ്യം അല്ലേ, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം നോക്കി. ഇവിടെ നമുക്ക് തന്നത് എന്താ, ഇവിടെ നമുക്കിത് ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എത്ര തന്നത്, ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ എത്ര തന്നത്, 135 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. അതായത് ഈ വരക്കും ഇടയിലുള്ള ആംഗിൾ നമുക്ക് നേരത്തെ തന്നു. ഈ വരക്കും ഇടയിലുള്ള ആംഗിൾ എത്ര, 135 ഡിഗ്രി തന്നു. അതുപോലെ തന്നെ ഈ ചെറിയ ആംഗിളും തന്നിട്ടുണ്ട്. ഈ ചെറിയ ആംഗിൾ ഏതാ, ഈ വരക്കും ഇടയിലുള്ള ചെറിയ ആംഗിൾ ആണിത്, ഈ 35 ഡിഗ്രി അല്ലേ. അപ്പൊ ഇതിനും ഇടയിലുള്ള ആംഗിൾ 135, ഇതിനും ഇടയിലുള്ള ആംഗിൾ 35. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഈ വരക്കും ഇടയിലുള്ള ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഈ വലിയ ആംഗിൾ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതുവരെ 35 അല്ലെ, ഈ വരക്കും ഇടയിലുള്ള ആംഗിൾ 35. അതുപോലെ ഈ വരക്കിടയിലുള്ള ആംഗിൾ ഇത് മുതൽ ഇതുവരെ 135. അപ്പൊ ഇതുവരെ 35, ഇവിടെ അങ്ങോട്ട് 135. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവനായിട്ട് എത്ര ആയിരിക്കും, 35 135 ചേർന്നാൽ ടോട്ടൽ എത്ര വരിക, സിമ്പിൾ എത്രയാണ്, 170 ഡിഗ്രിയാണ് ഇവിടെ വരിക. ഈ ഓരോ ചോദ്യം വായിക്കുമ്പോൾ തന്നെ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം കൂടെ കാണിക്കാം. അതിന് നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് മുമ്പ് അതിന് ഉത്തരങ്ങൾ കമന്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ടാവണം കേട്ടോ. ഞാൻ നോക്കും ആരൊക്കെ ഉത്തരങ്ങൾ നേരത്തെ കമന്റിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതാണ് അവസാനത്തെ ചോദ്യം. ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ഇവിടെയുള്ള ആംഗിൾ 50 ഡിഗ്രി തന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നിട്ടില്ല. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പുറത്തുള്ള ഈ ആംഗിൾ ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം, അതും സിമ്പിൾ ആണ്. ഇവിടെ നോക്കി, ഈ വരാന്ന് വെച്ചാൽ എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇവിടെയുള്ള പ്രശ്നം എന്താണ്, ഈ വര ഇങ്ങനെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് വളഞ്ഞു പോയി അല്ലേ. ഇതിങ്ങനെ നേരെ പോവല്ലേ ചെയ്തത്, ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് വളഞ്ഞു പോയി അല്ലേ. പക്ഷെ ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ വര ഇങ്ങനെ നേരെ പോയിട്ടുണ്ട്, ഒരു വളവൊന്നും ഇല്ലാതെ പോവുക ചെയ്തത് അല്ലേ. ഇത് നേരെയുള്ള ഒരു വരയാണ്. ഈ നേരെയുള്ള വരന്റെ മുകളിലാണ് ഈ വര വന്ന് കൂട്ടിമുട്ടിയത്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, ഇപ്പുറത്തുള്ള ആംഗിളാ. ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നേരെയുള്ള വര ടോട്ടലായിട്ട് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും വരിക, 180 ഡിഗ്രി ആയിരിക്കും വരിക. ആ കാര്യം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളൂ. ഒരു നേരെയുള്ള വര എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഉത്തരം കാണാൻ സിമ്പിളാ. ഒരു നേരെയുള്ള വര ടോട്ടൽ 180 ഡിഗ്രി.
അപ്പോൾ ഈ ടോട്ടൽ 180 ഡിഗ്രി ആണ്. അതിൽ ഇത് മുതൽ ഇതുവരെയുള്ള ആംഗിൾ, ഈ വരയ്ക്കുള്ള ആംഗിൾ എത്രയും 50 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ആംഗിൾ 50 ഡിഗ്രി. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ആംഗിൾ എത്ര നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ആകെ 180 ആണ്. അതിൽ ഇത് മുതൽ ഇതുവരെ 50 ആണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എത്ര ആയിരിക്കും വരിക? 50 നിന്ന് ഇനി 180 ആവാൻ എത്ര കൂടെ മതി? അതായിരിക്കും ഇവിടെയുള്ള ആംഗിൾ. എത്ര കൂടെ മതി? 130 മതി. അതാണ് ഇവിടുത്തെ ആംഗിൾ വരിക. ഇവിടെയുള്ള ആംഗിൾ എന്താ? 130 ഡിഗ്രി. കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ 50 ഡിഗ്രി, ഇവിടെയുള്ള ആംഗിൾ 130 ഡിഗ്രി. 50ഉം 130ഉം കൂട്ടിയാൽ 50ഉം 130ഉം കൂട്ടിയാൽ എത്രയായി? 180 ഡിഗ്രി ആയി അല്ലേ? ഈ ആംഗിളിനെ നമുക്കൊരു പ്രത്യേക പേര് വിളിക്കുക. ആ പേര് നിങ്ങൾക്ക് അറിയോ? ആ പേര് എന്താന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. അത് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവർ ഉത്തരം കമന്റ് ബോക്സിൽ ഇടും. നിങ്ങൾക്ക് ഇതിന് ഉത്തരം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരം നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കി. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു നേരെയുള്ള വരയുടെ മുകളിൽ വേറുള്ളൊരു വര വന്നിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടിയാൽ അതിന് ഇപ്പുറത്തും അപ്പുറത്തും ഉണ്ടാവുന്ന ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഇവിടെ 50 ആണെങ്കിൽ അവിടെ 130, 50 130 കൂട്ടിയാലാണ് 180 ഡിഗ്രി ആവുക അല്ലേ? ഇങ്ങനെ ഒരു വരന് മുകളിൽ വേറൊരു വര വന്ന് കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ ആ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്ന ആ രണ്ട് ആംഗിളുകൾ ഉണ്ടല്ലോ, ഇപ്പുറത്തുള്ള ആംഗിളും അപ്പുറത്തുള്ള ആംഗിളും, ആ ആംഗിളുകളെ നമുക്കൊരു പ്രത്യേക പേര് വിളിക്കാം. ആ പേര് എന്താണ് കാര്യം നിങ്ങൾ കമന്റ് ബോക്സിലിടുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കേട്ടോ. അത് നിർബന്ധമായിട്ടും പഠിക്കുക. ഇതുപോലെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് മുഴുവനായിട്ട് പഠിപ്പിച്ചു തരുന്നതിന് മാഷ്. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ ഞാൻ അങ്ങോട്ട് മിസ്സാക്കാതിരിക്കുക. നിങ്ങൾക്ക് മാക്സിമം മുഴുവൻ കാര്യങ്ങളും മാഷ് ലൈവിലൂടെ വന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരും. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞങ്ങളുടെ ലൈവ് ക്ലാസ്സുകളൊന്നും മിസ്സാക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടുകളൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഇനിയും ആരെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ താഴെ ലൈവ് ചാറ്റിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ അടുത്ത വർഷത്തെ നമ്മൾ ബാച്ചിൻ്റെ ലിങ്കും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാച്ചിൻ്റെ ഗൂഗിൾ ഫോം, ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നവർക്ക് അടുത്ത വർഷം ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓഫർ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഫില്ല് ചെയ്തിടുക. ആദ്യം ഫില്ല് ചെയ്തിടുന്ന ആ ഗൂഗിൾ ഫോം ആദ്യം ഫില്ല് ചെയ്യുന്ന 1000 ആൾക്കാർക്കായിരിക്കും അടുത്ത വർഷം ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ എല്ലാവരും ഫില്ല് ചെയ്തിടാം. ആരെങ്കിലും ഇനിയും ഓഫർ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് കാണാം. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക. ബൈ ബൈ.